തിരുവനന്തപുരം തിരുത്താനോ നമുക്ക് അതൊക്കെ പരാധന കാലഘട്ടം ഇത് എല്ലാ സഭകളിലും കടന്നുകൂടിയിരിക്കുന്നു. ഇതൊന്നും മാറ്റാനും നമുക്ക് ആകെ കഴിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ ഹൃദയം, ഈ ഹൃദയം കർത്താവിന് കൊടുത്ത് നമുക്കൊരു രൂപാന്തരപ്പെട്ട ജീവിതം. മോശം കൽപ്പന എഴുതാൻ പോയപ്പോഴേ അവരെ നിങ്ങളുടെ സ്വർണ്ണമെല്ലാം കൊണ്ട് കാളക്കുട്ടി എല്ലാ കാലത്തും കൂടെ ഒരു യൂത ഉണ്ടായിരുന്നു. അതല്ല ഈ സത്യാനന്ദ ദേവദാസനെ പറഞ്ഞത് ഞാൻ ഇദ്ദേഹം വെളിപ്പാട് വരെ കിട്ടിയെന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞേക്ക് ദൈവം ഞാൻ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിന്നിലേക്ക് മാറിയപ്പോൾ ഈ അറിഞ്ഞ് തെറ്റ് ചെയ്യുന്നു അതൊരു പോയിന്റ് കേട്ടോ, അതൊരു പോയിന്റ്. സോമൻ പറയുന്നത് കറക്റ്റാ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഞായറാഴ്ചയായിട്ട് ആരാധനയ്ക്ക് പോകാതെ പറഞ്ഞില്ല ചക്രത്തിന് ചുവട്ടിൽ വന്നോ എന്നെ ഗുണദോഷിക്കാൻ മനസ്സിലായോ? 1 ലക്ഷം രൂപ കിട്ടിയാലും ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇവന്റെ പേരെന്താ? 6 ദിവസം എനിക്ക് ദൈവം 6 ദിവസം വിശ്വസിക്കുന്ന ആരെയാ? ഞാൻ കർത്താവിനെ നന്മ പറഞ്ഞ അത് ശരി. അത് ന്യായമായിട്ടുള്ള ചോദ്യം. ചോദ്യം സത്യം അമ്മയില്ലേ അച്ഛനില്ലെന്ന് പറയും. പിന്നെ നിങ്ങൾ അവിടെ അമ്മയെ വെക്കുന്നു, പിന്നെ അച്ഛനെ വിളിക്കുന്നത് എന്ന് പറയേണ്ടത് പിന്നെന്തുവാ? നീ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കുരിശിന്റെ വഴി എന്ന് പറഞ്ഞൊരിതുണ്ട്. യേശുവിനെ കളിയാക്കുമല്ലേ അവൻ കുരിശും കൊണ്ട് പോകുന്നു? അല്ല അതൊരു കറക്റ്റ് കേട്ടോ. അത് നമ്മൾ ആചാരാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കി രക്ഷിക്കത്തില്ല. രക്ഷിക്കത്തില്ല. ഞാൻ നോക്കിപ്പോണ്ടല്ലോ ഒരു സ്റ്റീലിന്റെ കുരിശും പിടിച്ചോണ്ട് ഇങ്ങനെ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കും. ഏത് പുസ്തകത്തിലാണ് സഹോദര പറഞ്ഞിട്ട്? അതിന്റെ മറുപടി കേക്ക്. കുരിശിന്റെ കാര്യം പറയാം. ഈ കുരിശ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു അടയാളമായിട്ട് മാറ്റപ്പെട്ടു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കുരിശ് എന്ന് പറഞ്ഞ ശാപത്തിന് അടയാളമായിരുന്നു ക്രിസ്തുവിന്റെ വരവ് വരെ. അപ്പൊ ക്രിസ്തുവിനെ അതിൽ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രാധാന്യം ലഭിച്ചു. ക്രിസ്തുനീലോസ് ചക്രവർത്തി വന്നപ്പോൾ താൻ യുദ്ധത്തിന് പോയപ്പോൾ താൻ ആകാശത്തൊരു കുരിശ് കണ്ടു. അങ്ങനെ ആ കുരിശ് കണ്ടതോടുകൂടി ആ യുദ്ധം അദ്ദേഹം ജയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഈ കുരിശിന് പ്രാമുഖ്യം വരികയും സഭയിൽ ഈ കുരിശ് ഒരു പ്രധാന വസ്തുവായി. റോമി വരെ പോയി. വത്തിക്കാനിലെ തെരഞ്ഞെടുപ്പിന് അവനെ കൂടെ വിളിച്ചത് അല്ല കർത്താവേ കുരിശിക്കപ്പെട്ടവനാണല്ലോ. കുരിശിൽ മരത്തിന്മേൽ തൂങ്ങുന്നവനാണല്ലോ ആ കർത്താവ്. പിന്നെ കാൽകുത്താ മലയില് 14 ആ കുരിശുമായിട്ട് വീണത്. കുരിശിന്റെ വഴികൾ എന്ന് പറയുന്നത് ബൈബിളിൽ പ്രകാരം അവൻ പല സ്ഥലത്ത് വീണു. കുരിശിന്റെ വഴി പല വട്ടം വീണു. ഈ കുരിശ് കൊണ്ട് അദ്ദേഹം വീണാൽ എവരെന്തിനാ ഈ തടി കൊണ്ടാണ്? നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാ പറയുന്നത്. ആര് പറഞ്ഞു? കർത്താവിനെ അതുപോലെ സോമൻ ഇപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് മറുപടി പറഞ്ഞ കേട്ടിട്ട് അത് ഗ്രഹിക്കാൻ നോക്ക്. ഇപ്പൊ സോമൻ ഇത്ര നാൾ അറിയാവുന്ന കാര്യങ്ങളല്ല. മോൻ പറഞ്ഞ കേക്ക്. ജെയിംസേ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. നീ ഇത് കേട്ടു കുരിശ് കൊടുത്തോണ്ട് പോകുന്നു. നിന്നിൽ കുറ്റമില്ലാത്ത ഇവളെ കല്ലെറിഞ്ഞിട്ടെന്നാ സോമന്റെ ഏറ്റവും മൈനസ് പോയിന്റ് ഇതാ. ഒരു കാര്യം പറയുമ്പോ വേറെ കാര്യം പറയും. ഇപ്പം പറയുന്നത് തമ്മിൽ ബന്ധമില്ലാത്ത കാര്യമാണ്. ആ സഹോദരൻ പറഞ്ഞ കേക്ക്. ഞാൻ ചോദിച്ചട്ടെ, ഇന്ന് ഈ ലോകത്തിലെ 1ാമത്തെ സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭ തന്നെ. അതാണല്ലോ ഇപ്പൊ 8 പേരെ മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കാൻ അടിയായിരുന്നു. അത് വേറെയാണ് ഞങ്ങളാ. അയാളെ ആരാ മാർപ്പാപ്പയായിട്ട്? അത് ഞങ്ങളാ. അയാളെ അളിഞ്ഞ് കൈ മേടിച്ചടിക്കുന്ന അല്ല. ഞാൻ ആരാണെന്നും എന്റെ രൂപം എന്താണെന്നും എന്റെ ശക്തി എന്താണെന്നും